പരിതറവാട്ടിനിന്ന് മംഗളമാണ് ഇന്ന് ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രോളായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു വിവാഹ ദിവസം നടന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ ഈ പാട്ടിലെ ഒരു വരിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രോളായിട്ട് മാറിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് ഇതായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് ഞാൻ ഇത് ഇവിടെ കാണിച്ചത് ഇതിനെ ട്രോൾ ചെയ്യാനോ അതല്ല അതിനെ കുറ്റപ്പെടുത്തി പറയാനോ ഒന്നുമല്ല. പക്ഷെ അതിൽ തെറ്റുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ട് നമുക്ക് സമ്മതിക്കാം. ഇപ്പൊ ഈ ഗാനമേള ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വിവാഹത്തിന്റെ തലേന്ന് രാത്രി, വിവാഹത്തിന്റെ മൈലാഞ്ചി രാവിന്റെ സമയത്തൊക്കെ അടിച്ചുപൊളിച്ച് ഗാനമേളയൊക്കെ നടത്തുന്നത് നമ്മൾ കാണാം. അത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുർഗ മജ്ലിസ് എന്ന രീതിയിലേക്ക് ഒരു രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. ചിലയിടങ്ങളിലൊക്കെ ഈ വിവാഹ തലേന്ന് ഇങ്ങനെ ബുർഗ മജ്ലിസ് ആരംഭിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് റസൂലിന്റെ മഹദിനെ പ്രകീർത്തിച്ചിട്ടും മറ്റൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് അവർ തന്നെ ഉണ്ടാക്കി ചിട്ടപ്പെടുത്തിയ പാട്ട്, പിന്നെ അതിലൊരു വരിയെ അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് അതീതമായിട്ട് മാറിയിരിക്കുന്നത്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ട്രോളായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ ഒരു പക്ഷേ ഈ കുട്ടി, അതായത് ഈ പെൺകുട്ടി, അതായത് പുതുമണവാളൻ, അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളൊക്കെ തീർത്തും നിരപരാധികളായിരിക്കാം. ഈ കല്യാണ ദിവസങ്ങളിലും കല്യാണ തലേന്നൊക്കെ ഈ ചില ചങ്ങാതിമാർ നടത്തുന്ന ഈ ആഭാസത്തരങ്ങൾ കാരണം പല കുടുംബങ്ങൾക്കും അപമാനം സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വിവാഹ ദിവസം പുതിയാപ്പളയോടൊപ്പം വന്ന പുതിയാപ്പളന്റെ ചങ്ങാതിമാർ മണിയറയിൽ കയറിയിട്ട് ഫാനിന്റെ മുകളിൽ മുളകുപൊടി വെച്ചു. പിന്നീട് ആ ഫാന് ഇട്ടപ്പോഴായിരുന്നു അവിടെ മുളക് വിതറിയ കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ പെണ്ണിന്റെ വീട്ടുകാർ എന്ത് ചെയ്യും, പുതിയാപ്പിളിന്റെ ചങ്ങാതിമാർ നല്ലതുപോലെ പഞ്ഞിക്കിടുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. അപ്പൊ വിവാഹ ദിവസങ്ങളിൽ ചിലവർ കാണിക്കുന്ന കോപ്രായങ്ങൾ കാരണം ആ കുടുംബത്തെയാണ്, അവർ ഒന്നും അറിയില്ലായിരിക്കാം. ഒരുപക്ഷെ ചങ്ങാതിമാർ എന്ന നിലയിൽ പാട്ട് പാടുന്നുണ്ടാകാം, അതൊരു ആഘോഷമാക്കി മാറിയത് കൊണ്ട് അവരൊന്നും അത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെ ഇതിനൊക്കെ അപമാനം സഹിക്കേണ്ടി വരുന്നത്, അതിനൊക്കെ നാണക്കേട് സഹിക്കേണ്ടി വരുന്നത് നിരപരാധികളായ മിക്ക പുതുമണവാട്ടി, ആ പെണ്ണിന്റെ പേര് വെച്ചിട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രോൾ ചെയ്യുന്നത്. അവരൊക്കെ ഒന്നും അറിയാതെ, അതിനും തീർത്തും ഒരു ഭാഗവുമാകാതെ ആൾക്കാരായിരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ ഈ ചങ്ങാതിമാർ കാണിച്ച ഈ കോപ്രായത്തിന്റെ പേരിൽ അനുഭവിക്കേണ്ട തെറ്റും അവരെയാണ്. വിവാഹ ദിവസങ്ങളിൽ ആഘോഷത്തിന്റെ മറവിൽ എന്ത് കോപ്രായങ്ങളും നടത്താമെന്നുള്ള രീതി അത് അവസാനിപ്പിക്കണം. ഇതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള കോപ്രായങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് ബന്ധപ്പെട്ട, അതായത് ആ കുടുംബത്തിൽപ്പെടുന്നവർ തീർച്ചയായിട്ടും തടയണം. ആ തടഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ മാനഹാനിയും അതിന്റെ നാണക്കേടൊക്കെ സഹിക്കേണ്ടത് കുടുംബങ്ങളിൽ പെടുന്നവരായിരിക്കാം, നിരപരാധികളായ നിങ്ങളായിരിക്കും. വിവാഹം എന്നത് എന്തും പോക്കിത്തരം കാണിക്കാനോ അല്ലെ എന്തും ആഭാസത്തരം കാണിക്കാനുള്ള ഒരു വേദിയാക്കി ഒരിക്കലും മാറ്റരുത്. അത് പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ്. വിവാഹ ദിവസം എന്നത് ഒരു ദിവസം ഉണ്ടായിരിക്കാം, പക്ഷെ അതിനുശേഷമാണ് ഭാര്യ ഭർത്താക്കന്മാരായത് പുതുമണവാരനും പുതുമണവാട്ടിയും ഒക്കെ ഭാര്യ ഭർത്താക്കന്മാരായി നല്ല നിലയിൽ ജീവിക്കുന്നത്. ചില ഇടങ്ങളിൽ ചില പുതിയാപ്പിളമാരുടെ ചങ്ങാതിമാരുടെ ഒക്കെ ചില കോപ്രായങ്ങൾ കാരണം വിവാഹ ബന്ധങ്ങൾ വരെ ഒഴിവായിട്ടുള്ള സംഭവങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അതായത് വീട്ടിലെ കാരണന്മാർ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്.